ഗായ്സ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഫ്രഷായിട്ട് എല്ലാവരിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഗായ്സ് കുറേ സംഭവങ്ങൾ ഇതൊന്നും നോക്കണ്ട ഗായ്സ്, ഇത് ബാക്കാണ് ഗായ്സ്. ഇനി നോക്കുക നമ്മൾ ആർമർ കുറച്ച് അപ്ഡേറ്റ് ആക്കിയാണ്. എന്താ വെച്ചാൽ ഗൈസ് എനിക്ക് പറ്റാർമറൊന്നും സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. ഒന്നിനടുത്ത് കളഞ്ഞു. പിന്നെ നെതറൈറ്റ് മൈനിങ്ങിനൊക്കെ ഡീപ് ലൈറ്റ് അല്ല ഡിഗ്രി കുഴിക്കാനൊക്കെ പോയി. അങ്ങനെ കുറേ സംഭവം ഇതാണ്ട് ഇപ്പം 314 ദിവസമായി കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റിയില്ല. ഇനി കാണിച്ചു തരാം. ഇനി നമ്മളെ കാണിച്ചു തരാം ഗൈസ്, കണ്ടില്ലേ അടിപൊളിയല്ലേ ഞാന്. പിന്നെ നമുക്ക് ഈ ഏലേട്ര എൻ്റെ ചെയ്യണം. ഇത് എവിടെ കിട്ടിയെന്ന് വെച്ചാൽ വിചാരിച്ചത് മോസ്റ്റത്തിലാക്കാറില്ല ഞാൻ ഇതാക്കിയത് ഗൈസ്, കോപ്പി ആക്കിയത്. അതിന് ഞാൻ അധികം നോക്കി ഇത് കൂടി കോപ്പി ആക്കി എനിക്ക് മനസ്സിലായി. അവിടെ ഞാൻ അതാക്കി. പിന്നെ ഗൈസ് കുറെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കണ്. അതിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ കുറേ സാധനം നമ്മൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഇത് കാണിച്ചു തരാം. ഇതെന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് ആയിട്ട് ഇത് റെയിലിന്റെ പണി തുടങ്ങിയിട്ടോ നമ്മൾ, പക്ഷെ ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നില്ല. കുറെ പണിയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പണി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി ചിലപ്പോൾ ഈ റെയിലിന് മാത്രം കാണിച്ചു തരാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ഇതിങ്ങനെ വെക്കുക, ഒന്ന് ഉണ്ണി കൊടുത്ത് യൂസ് ചെയ്യാൻ. ഗൈസിന് ഇങ്ങനെ പോകും. എന്തില്ല അടിപൊളിയല്ലേ? ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്തു ഗൈസ്, അതുകൊണ്ട് വർക്കിംഗ് ഗൈസ്. ഇനി ഇങ്ങോട്ട് എന്താ കോഴ്സ് പിന്നെ ഇതൊക്കെ കണ്ടാണ്ട് ഇങ്ങനെ പോകും. അവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് നീഞ്ചു നമുക്ക് റെഡിയാക്കാം. ഇവിടെയും ആയിക്കൂടെ ഇങ്ങനെ ഓരോ ഫാമുകളൊക്കെ കാണാറുണ്ട്. പിന്നെ അവിടെ ഫാക്ടറി കംപ്ലീറ്റ് ആക്കിയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ട് നേരെ പോകുന്നു. ഇന്നൊരു ഫാം കാണിച്ചത് നേരെ പോയില്ല, നേരെ കയറി ഇങ്ങനെ അങ്ങോട്ട് പോവാം. നേരെ പോയി ഇങ്ങനെ കൂട്ടും. അടിപൊളിയല്ലേ? എന്നാ ഞാൻ പറഞ്ഞേ കറക്റ്റ് ലാൻഡിങ് അന്ന് റേറ്റാക്കി വെച്ച ഗ്ലാസ് ഉണ്ട്. ഇനി ഇന്ത്യയുടെ നേരെ പോകും. നമുക്ക് നേരെ അവിടെ കയറണം. നമ്മൾക്ക് മറ്റേ അപ്പൊ ഗൈസ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഉണ്ടാക്കി വെച്ച ആ സാധനങ്ങൾ ഒന്ന് ചിലപ്പോൾ കാണിച്ചു തരാറ്റുള്ളൂ. ഗൈസ് ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ഈ ഷുഗർ കേടും പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ അങ്ങോട്ട് കൃഷി ചെയ്യാം. അത് പിന്നെ പിന്നെ ഇതേമാതിരി തന്നെ. പിന്നെ നമ്മൾ ഇതായിട്ട് ബോക്സിലാക്കി ഇതിപ്പോ പറയാം. കുട്ടികളായിട്ടൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന. പിന്നെ ഞാൻ ഇവിടെ അവർക്ക് നോക്കണ്ട. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ എടുക്കാം. ഇനി ഇതെങ്ങനെ ചെയ്തെടുക്കുക, എടുത്തിട്ട് ബീക്കാൻ വെക്കുക. ഓരോന്ന് അറിയുമ്പോൾ ഓരോന്ന് വെക്കണം. ഓക്കെ ഇങ്ങോട്ടൊക്കെ റെഡി ആയിക്കോട്ടെ. എനിക്ക് കളറ് വരിക വെച്ചാൽ ബ്രൗണും വൈറ്റും പിന്നെ ലൈറ്റ് ഗ്രേയും അല്ലെ, ലൈറ്റ് ഗ്രേയും പിന്നെ ബ്ലാക്കും പിന്നെ ഗ്രേ കളറും അങ്ങനെയാണ് വരിക. അതാണ് റെഡി ആയിക്കോട്ടെ. അവിടെ മൈൻകാട്ടൊക്കെ ഓപ്പർ വിത്ത് മൈൻകാട്ടാണ് വെക്കണ്ടേ. കൊണ്ടാറിട്ടില്ല. അതുകൊണ്ട് അത്രേ ഉള്ളൂ നമുക്കിത് കാണിച്ചു തരാന്. പിന്നെ മറ്റത് ഞാൻ പിന്നെ കാണിച്ചു തരണ്ടേ, അത് കുറച്ച് വലുതായി ഞാൻ കാണിച്ചൊക്കെ തരണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്, നമുക്ക് പിന്നെ റെഡി ആക്കാം. പിന്നെ വാടനയ്ക്കില്ലേ ഞാൻ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം വാടനയ്ക്കില്ലേ പറ്റൂല്ലേ. പിന്നെ നമ്മൾ അടയാളത്തിന് വെച്ചിട്ടുണ്ട് കുറെ ഫാം ഉണ്ടായതുകൊണ്ട് പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ഫാം ഉണ്ടാക്കും, ചിലപ്പോ പാലൻ ഫാം ആവും. അതല്ല നമുക്ക് അവിടെ
വെക്കാം. ഒരു രസത്തിന് ഗൈസ് നിന്നോട്ടെ. ആദ്യമായിട്ടൊന്നല്ല, നമ്മൾക്കൊന്നും ഇല്ലായിട്ടൊന്നല്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് വെറുതെ അവിടെ വെക്കാം. ഇനി നേരെ പോവാം. നമുക്കിനി അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ പിന്നെ അടുത്തത് അത് ഞാൻ നാളെ കാണിച്ചു തരാം ഗൈസ്. അതാണ് സീൻ. നമ്മളെ ടൗണിലില്ലേ അവിടെ ഇത് റെഡിയാക്കി വെച്ചു. പുതിയൊരു ബിൽഡിംഗ് കാണുമ്പോൾ രസമൊക്കെ ഉണ്ട് ഗൈസ്. ഉള്ളു കാണാം ഗൈസ്. കൊട്ടാരത്തിന്റെ കാര്യം കൊട്ടാരത്തിൽ കയറി ആരെയും കാണിച്ചു തരുന്നത് ഗൈസ്. സെറ്റ് സാധനമാണ്. ഞാൻ അടുത്ത എപ്പിസോഡ് കാണിച്ചു തരുന്നത് സെറ്റ് സാധനം. കൊട്ടാരം ഉണ്ടാക്കി വെച്ച ഗൈസ് അവിടെ എല്ലാവർക്കും സാധിക്കാൻ പറ്റും ഗൈസ്. അപ്പൊ ഗൈസ് എവിടെയാണ് നമ്മൾ ഈ ഗുഹ വരുന്നത് വെച്ചാ നേരെ ഇങ്ങനെ പോകും. നേരെ പോയിട്ട് അവിടെ ഒരു വലിയ ഗുഹ, അവിടെയാണ് നമ്മളെ സാധനം റെഡിയാക്കുക. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ